ചന്ദ്രമ്മ, നിങ്ങൾ അങ്ങോട്ട് നടന്നു, ഞാൻ വരാം. എന്താ ചിന്നു, ഞാൻ വരില്ലെന്ന് വിചാരിച്ചോ? ആരും ഇല്ലേലും എന്റെ ചന്ദ്രമ്മ വരുമെന്ന് എനിക്ക് അറിയായിരുന്നു. ആഹാ, അമ്മയും മോളും ആണോ? എന്തിനാ ഈ കുഞ്ഞിനെ ഇവിടെ പഠിക്കാൻ ഉണ്ടാക്കിയത്? ഇത് പണക്കാരുടെ മക്കൾ പഠിക്കുന്ന കോളേജാ. നാട്ടിലെ കോളേജുകളിലെല്ലാം റാഗിംഗ് മൊത്തത്തിൽ നിർത്തി. ഇവിടെ മാത്രം അതിനൊരു കുറവുമില്ല. പോലീസ് കേസിന്റെ കാര്യം പറഞ്ഞാൽ അതില്ലാത്ത ഒരൊറ്റ ദിവസം പോലും ഈ കോളേജ് ക്യാമ്പസിലില്ല. ഈ കുട്ടിയെ കണ്ടപ്പോ ഒരു സാധാരണ ഫാമിലിയിലെ കുട്ടിയാണെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ ചിലതൊക്കെ അങ്ങ് മൈൻഡ് ചെയ്ത് പോയാ മതി. വരിക, പഠിക്കുക, പോവുക. അതാണ് ഈ കല്യാണിയുടെ ആപ്തവാക്യം. അങ്ങനെയുള്ളവർക്ക് കുഴപ്പമൊന്നുമില്ല കുഞ്ഞെ. അയ്യോ വാ ചന്ദ്രമേ, നമുക്കൊന്ന് പ്രിൻസിപ്പളിനെ കണ്ടിട്ട് വരാം. വാ. നീ ആരെയാ കോൾ ചെയ്യുന്നേ? ഫുഡാണെങ്കിൽ ഒരു പെപ്പർ ചിക്കനും 2 ബർഗറും കൂടി പറഞ്ഞേക്ക്. നിനക്ക് എന്തെങ്കിലും വേണോ? എനിക്കൊന്നും വേണ്ട. നിനക്കോ? എനിക്കും ഒന്നും വേണ്ട. ഫുഡ് ഓർഡർ ചെയ്യാൻ പോയതാണോ എന്തോ? എനിക്കാണ് വിശന്നിട്ട് വയ്യ. ഇവളുടെ ഒരു ആർത്തി. രമാൻറ്റി, ദക്ഷയ. മനസ്സിലായി, പറമോളെ. ആന്റി, അവളില്ലേ ആ ചിന്നു, അവള് പ്രിൻസിപ്പളിന്റെ റൂമിലോട്ട് പോയിട്ടുണ്ട്. ഇന്നത്തോടെ ആ നശിച്ചവള് പഠിത്തം നിർത്തണം. അതേതായാലും നടക്കുന്ന ലക്ഷണം ഉണ്ട് ആന്റി. കാര്യം, പ്രിൻസിപ്പളിന്റെ നാവിൽ സരസ്വതി വിളയാടി തുടങ്ങിയ പിന്നെ ഒരു രക്ഷയുമില്ല. ഡിക്ഷണറിയിലല്ല, സോഷ്യൽ മീഡിയയിൽ ഒരിടത്തും തന്നെ കിട്ടാത്ത വാക്കുകളൊക്കെ പുറത്തു വരും. ഓ, അത്ര തൊലിക്കട്ടിയുള്ളവർക്കേ പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റൂ. പ്രിൻസിയോട് വേണ്ട രീതിയിൽ ഞാൻ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. മുൻപൊരു പീഡന കേസ് വന്നപ്പോ ജോലി പോവാതെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തിയതേ ഈ ദക്ഷയായിരുന്നു, അച്ഛന്റെ ബലത്തില്. ഓ, ഇന്ന് ഏതായാലും കല്യാണിയെ ക്ലാസ്സിൽ എത്താൻ പോകുന്നില്ല. ആന്റി കൂടി പ്രിൻസിപ്പളിനെ വിളിച്ചൊന്ന് ചൂടാക്ക്. ഒരു ഉന്തിന്റെ കൂടെ ഒരു തള്ളും കൂടി ആവട്ടെ. ഓക്കെ മോളെ, ആന്റി വിളിക്കാം. ആ, മോൾ അപ്പുള്ള വിവരം ആന്റിക്ക് തരണം. അത് ഞാൻ ഏറ്റു ആന്റി. ആദ്യം പ്രിൻസിയെ വിളിക്കാം, ബാക്കി വിവരങ്ങളൊക്കെ ഞാൻ തന്നുകൊണ്ടേയിരിക്കാം. ഓക്കെ മോളെ.